തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഊർജിതം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. നിലവിൽ മാലിന്യം നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് മാലിന്യം നീക്കൽ. തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ മാരായമുട്ടം സ്വദേശി ജോയിയാണ് രാവിലെ കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതിൽ ഒരു മന്ദഗതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന് വേണം പറയാൻ. കാരണം റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാൻഹോളിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ്. ഒരാൾ പൊക്കത്തിലാണ് ഈ മാൻഹോളിൽ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം നേരത്തെ ഈ ഡൈവിംഗിന്റെ ടീം, സ്കൂബ ഡൈവിംഗിന്റെ ടീം ഉൾപ്പെടെ ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. അഗ്നി രക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ മാലിന്യം ഈ മാൻഹോളിൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ മാലിന്യം ഈ മാൻഹോളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതേ സംവിധാനം ഉപയോഗിക്കുന്നത്, ഈ റോബോട്ടിക് സംവിധാനത്തെ കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സാധാരണ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ഈ ഡ്രെയിനേജ് മാലിന്യമൊക്കെ എടുക്കുന്ന അതിനാണ് ഈ റോബോട്ടിന് കഴിയുക. അപ്പോൾ അത്തരത്തിൽ താഴേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം വളരെ കുറച്ച് മാലിന്യങ്ങൾ ഇത് എടുത്ത് മുകളിലേക്ക് ഉയർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ മന്ദഗതിയിലാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എങ്കിൽ പോലും ഈ മാലിന്യം ഇപ്പോൾ കുറച്ചായി നീക്കം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരു 4-5 മണിക്കൂർ സമയം വേണം എന്നുള്ളത് നേരത്തെ തന്നെ ഇവർ അധികൃതരോട് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ഏതായാലും ആ ഒരു മാലിന്യം നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മാലിന്യം സ്വാഭാവികമായും നീങ്ങുന്നതോടുകൂടി തന്നെ ഒഴുക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ, ഒഴുക്ക് കൂടുകയാണെങ്കിൽ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താനാകും എന്നുള്ളതാണ് നിലവിലിപ്പോൾ കരുതുന്നൊരു കാര്യം. രാവിലെ 10 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. രാവിലെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് 2-3 തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയത്. തുടർന്ന് ഈ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ജോയി ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. ഈ പ്രധാന വെല്ലുവിളിയായിട്ടുള്ളത് മാലിന്യം തന്നെയാണ്. മാലിന്യം നീക്കം ചെയ്തിരുന്നില്ല. ടൺ കണക്കിന് മാലിന്യമാണ് സംഭവം നടന്ന സ്ഥലത്ത് കുമിഞ്ഞുകൂടിയിരുന്നത്. പിന്നീട് അഗ്നി സുരക്ഷാ വിഭാഗമൊക്കെ എത്തി, നഗരസഭാ ജീവനക്കാരൊക്കെ എത്തി മാലിന്യം നീക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചു. ആ മാലിന്യം കുറേയേറെ നീക്കിയതിനു ശേഷം ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കാനുള്ളൊരു ശ്രമം സ്കൂബ ഡൈവിംഗിന്റെ സംഘം ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ഈ ടണലെന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. കാരണം ഈ ഡൈവ് ചെയ്യുന്നത് വെള്ളത്തിനകത്താണ്. അതേ രീതിയിൽ ഇവിടെ ഡൈവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്, ചെളിയുണ്ട്, കല്ലുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഇറങ്ങി ഇവർക്ക് തിരയുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചെങ്കിൽ പോലും ഈ വലിയ രീതിയിലുള്ള ദുർഗന്ധം ഇവർക്ക് ഈ മാസ്കിനകത്ത് കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തെ തുടർന്ന് 2 ഭാഗങ്ങളിൽ, അതായത് ടണലിന്റെ ആദ്യ ഭാഗത്ത് ഏതാണ്ട് 40 മീറ്റർ അകത്തേക്ക് അവർ പ്രവേശിച്ചിരുന്നു. ആകെ ഈ ടണലിൽ ഒരു 250 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഒരു വശത്ത് നിന്ന് 40 മീറ്റർ അകത്തേക്ക്, മറുവശത്ത് നിന്ന് ഒരു 15 മീറ്റർ അകത്തേക്ക് മാത്രമാണ് പ്രവേശിക്കാൻ കഴിഞ്ഞത്. കാരണം അത്ര കണ്ട് മാലിന്യങ്ങളുണ്ട്. ഇനിയുള്ളത് ഈ മാൻഹോൾ സംവിധാനമാണ്. അവിടുന്ന് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒഴുക്ക് വർദ്ധിക്കുകയും അതിനിടയിൽ ശുചീകരണ തൊഴിലാളിയായ ജോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒഴുകി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷയായി കരുതുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കാരണം അത്ര കണ്ട് മാലിന്യം മാത്രമേ നീക്കം ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഏതായാലും നഗരസഭയ്ക്കെതിരെയൊക്കെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. നിലവിലിപ്പോൾ ജില്ലാ കളക്ടറൊക്കെ സ്ഥലത്ത് തുടരുകയാണ്, മേയറൊക്കെ തുടരുന്നുണ്ട്. ഈ നേരത്തെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ ഇവിടെ എത്തി ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, മഴക്കാലത്തിന് മുൻപ് തന്നെ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ തന്നെ ഈ നഗരത്തിലെ മാലിന്യങ്ങളൊക്കെ ശുചീകരണം ചെയ്യേണ്ട ഒരു കടമ നഗരസഭയ്ക്കുള്ളതാണ്, തദ്ദേശ വകുപ്പിനുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന യാതൊരു നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു വീഴ്ചയായിട്ടുള്ളത്. ഇതിൽ മെഡിക്കൽ മാലിന്യങ്ങളുണ്ട്. അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൈകാലുകൾ മുറിഞ്ഞ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇതിനകത്തുണ്ട്. മെഡിക്കൽ മാലിന്യങ്ങളുണ്ട്, ഡ്രെയിനേജ് മാലിന്യങ്ങളുണ്ട്, ഹോട്ടലുകളിലെ മറ്റു അറവ് മാലിന്യങ്ങളുണ്ട്. അത്തരത്തിൽ ഇതിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന അവരുടെ ആരോഗ്യത്തിന് പോലും വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാവുന്ന അത്രത്തോളം മാരകമായിട്ടുള്ള ഒരു മാലിന്യ കൂമ്പാരമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ ആ മാലിന്യം നീക്കുന്നതിന് തന്നെ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും ആ മാലിന്യം നീക്കുന്നതിന് വേണ്ടി തന്നെ വിനിയോഗിക്കേണ്ടി വന്നു. അത്തരത്തിൽ കുറേ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനു ശേഷവും ടണലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യമുണ്ട്. അതായത് ഒരു 50-40 മീറ്ററോളം അകത്താണ്. ഒരു വശത്ത് നിന്നും
ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്കൂബ ഡൈവിങ്ങിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം വെള്ളത്തിന്റെ ഒഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഡൈവ് ചെയ്ത് തിരച്ചിൽ നടത്താം എന്നുള്ളതാണ്. നേരത്തെയും ഈ പറയുന്ന ഈ മാൻഹോളിന് അവിടെ ഈ മൂന്നാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിന് അവിടേക്ക് ഇവർ എത്തുകയും നേരത്തെ ശ്രമം 2 തവണ നടത്തുകയും ചെയ്തിരുന്നു. ഇത് താഴേക്ക് ഇറങ്ങി ഈ മാലിന്യം നീക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് പിന്നീട് ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്നത്. ഏതായാലും വളരെ കുറച്ച് മാലിന്യമാണ് ഇത്തരത്തിൽ താഴേക്ക് ഇറങ്ങി നീക്കം ചെയ്യാൻ കഴിയുന്നതും. ഒരാൾ പൊക്കത്തിൽ മാലിന്യം ഉണ്ടായിരുന്നു, അതെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്ത് ഒഴുക്ക് വർദ്ധിക്കുന്നതോടുകൂടി തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. നേരത്തെ വൈകുന്നേരത്തെ 6 മണിയോടുകൂടി പ്രവർത്തനങ്ങൾ എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നതാണ്. പക്ഷെ വീണ്ടും കളക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നതിന് ശേഷം രക്ഷാപ്രവർത്തനം തുടരാനുള്ളൊരു തീരുമാനം എടുക്കുകയായിരുന്നു. ഏതായാലും രാവിലെ 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ശക്തമായ മഴ പെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനത്തിന് തൊഴിലാളികളെ നിയോഗിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്നൊരു അഭിപ്രായം. കാരണം സ്വാഭാവികമായും ശക്തമായിട്ടുള്ള വേനൽ കടുത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ മഴ സജീവമായി അതായത് ഇന്നലെ രാത്രി മുതൽ തലസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ 9 മണി 10 മണിക്കൊക്കെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകേണ്ടിയിരുന്നു. ഏതായാലും ആ ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതായാലും ഇത്രത്തോളം മണിക്കൂറുകൾ 9 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഏറെ വേദനയോടുകൂടി പങ്കുവയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ മാലിന്യം പരമാവധി നീക്കം ചെയ്ത് അതിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തെവിടെയെങ്കിലും, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. അതായത് ടണലിൻ്റെ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ജോയി ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. ആ സാധ്യതയാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് തിരച്ചിൽ നടത്തുന്ന സംഘമുള്ളത്. ഏതായാലും ഒരു 5 മണിക്കൂറോളം നീണ്ടു നിന്നാൽ മാത്രമേ ഈ മാലിന്യം പൂർണ്ണമായി ഈ റോബോട്ടിക് മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഈ ഒഴുക്ക് വർദ്ധിക്കുന്നതോടുകൂടി തന്നെ ശക്തമായ ഒഴുക്ക് വരുന്നതോടുകൂടി തന്നെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും, ജോയിയെ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരുന്നത്. യെസ്, അത് തന്നെയാണ്. കൃത്യമായി മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി തുടരാൻ സാധിക്കൂ. നിലവിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്.